ഇന്നത്തെ ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന സരളമായ പ്രസ്താവനയാണ് അറിവ് കുത്തി നിറച്ചിരിക്കുന്ന ആധുനിക മനുഷ്യ മനസ്സ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്. ഇതങ്ങ് ലളിതമായിപ്പോയി എന്നാണ് അനേകരുടെയും പരാതി. നാം ജീവിക്കുന്ന ഈ വിശാലമായ നക്ഷത്ര വ്യൂഹം മണിക്കൂറിൽ 4,90,000 മൈൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേറെ വേഗത ഉണ്ടെങ്കിൽ തന്നെ ഇവയെല്ലാം കൂടി ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിത്തിരിയുവാൻ 20 കോടി വർഷങ്ങൾ വേണം ഭൂമി ഉൾപ്പെടുന്ന ഈ നക്ഷത്ര വ്യൂഹത്തിന്. ഇതുപോലെയുള്ള 100 കോടിയിലധികം നക്ഷത്ര വ്യൂഹങ്ങൾ ഇതിനോടകം കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അവയെല്ലാം ഈ പറയുന്ന വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ലോകത്തിലെ കടൽപ്പുറത്തുള്ള മൊത്തം മണൽത്തരികളുടെ എണ്ണത്തേക്കാൾ ഏറെ നക്ഷത്രങ്ങൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാണില്ലേ? അങ്ങനെ ഇരിക്കെ യാതൊരു ക്രമവും തെറ്റാതെ വിചക്ഷണയോടെ ഈ നക്ഷത്രങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് ആർക്ക് വിവരിക്കുവാൻ കഴിയും? നമ്മുടെയൊക്കെ റോഡുകളിലൂടെ 4 വണ്ടികൾ കൂടുതൽ ഓടിയാൽ എത്ര കൂട്ടിയിടികളും അപകടങ്ങളും ആകുന്നു കാണാറുള്ളത്. ആകെ പ്രശ്നമെന്ന് പറയുമില്ലേ? എങ്കിൽ ഈ പറഞ്ഞ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ ഭംഗിയായി ചിട്ടയോടെ പ്രവർത്തിക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ എന്താണ് പ്രയാസം? ഭംഗിയായി ചിട്ടയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം അങ്ങനെ അങ്ങുണ്ടായി വന്നതാകുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ വേണ്ടതിനേക്കാൾ കുറച്ച് വിശ്വാസം മതി ഈ കാണുന്ന സകലത്തിൻ്റെയും പിൻപിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ. ആ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് എന്നാണ്, അവൻ ഇതെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരമാകുന്നു നാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് എന്തിനാണ് ദൈവം ഈ കാണുന്നതെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ചത് എന്നത്രേ. ഇന്നത്തെ പഠനത്തിലേക്ക്, വിശദമായ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രദ്ധയോടെ പഠിച്ചാട്ടെ. ദൈവമാകുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നാണ് അവനിതെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരമാകുന്നു നാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നാം കുറെ കൂടി ഗഹനമായി ചിന്തിക്കുവാൻ പോകുന്നത് എന്തിനാണ് ദൈവം ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ സൃഷ്ടിച്ചത് എന്നതത്രേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി. റോമർ 1:20, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇനിയും എബ്രായ ലേഖകൻ പറയുന്നത്, എബ്രായർ 11:3, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. സൃഷ്ടിപ്പ് നാം വിശ്വാസത്താൽ അംഗീകരിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രത്തിനു പോലും നമ്മോട് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് ചെയ്തത്. ഈ സൃഷ്ടിപ്പ് എന്നാണ് നടന്നതെന്ന് ഒരു മനുഷ്യനും പറയാൻ സാധ്യമല്ല സുഹൃത്തെ. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ രേഖയും ഇതേ വിഷയത്തിലുള്ള മറ്റ് രേഖകളും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം അപാരമാണ്. ഒട്ടുമുക്കാലും രാഷ്ട്രങ്ങൾക്കും മതങ്ങൾക്കും സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള ഏതെങ്കിലും ഐതിഹ്യം ഉണ്ടാകും. വിചിത്രമെന്ന് പറയട്ടെ, അങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ മിക്കവാറും ഉൽപ്പത്തി പുസ്തകത്തിലെ രേഖയുടെ ഒരു വ്യതിചലനം മാത്രമായിരിക്കും. അതായത് തെറ്റായിട്ടുള്ള ഒരു രൂപം. ഉദാഹരണത്തിന്, സൃഷ്ടിപ്പിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ബാബിലോന്യ തകിടുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മതേതര രേഖകളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ചില വിപരീതത്വം ഇവിടെ കാണുവാൻ സാധിക്കും. ബാബിലോന്യ രേഖകൾ ആരംഭിക്കുന്നത് തന്നെ അലങ്കോലത്തിലാണ്, ആകെ ആശയക്കുഴപ്പത്തിൽ. എന്നാൽ
ബൈബിളിലെ രേഖകൾ ആരംഭിക്കുന്നത് യാതൊരു അപസരവുമില്ലാതെയാണ്. അതെ, പൂർണ്ണതയോടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബാബിലോന്യ രേഖയിൻ പ്രകാരം ജ്യോതിർഗോളങ്ങൾ ദൈവങ്ങളാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ പ്രകാരം അവ വെറും പദാർത്ഥങ്ങൾ മാത്രമാണ്. അവയ്ക്ക് എങ്ങനെ ദിവ്യത്വം കൊടുക്കുവാൻ സാധിക്കും? ബാബിലോന്യ രേഖകളിൽ ബഹുദൈവ വിശ്വാസമാണ് കാണുന്നതെങ്കിൽ വിശുദ്ധ ബൈബിളിൽ ഏകദൈവ വിശ്വാസം എന്ന സത്യമാണ് നാം കാണുന്നത്. പ്രപഞ്ചം ഒരു വിദഗ്ധനായ ശില്പിയുടെ കൈവേല മാത്രമാകുന്നു എന്ന് ബാബിലോന്യ രേഖകൾ സമർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം കൽപ്പിച്ചു പ്രപഞ്ചമുളവായി എന്നത്രേ. ബാബിലോന്യ രേഖകൾ അവയിലെ ബാലിശത്വവും അവലക്ഷണവും വ്യക്തമാക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പരിശുദ്ധനും രക്ഷകനുമായ സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രൗഢവും പാവനവുമായ യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാട്ടുന്നു. അറിയപ്പെടുന്ന ശാസ്ത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബാബിലോന്യ രേഖകൾ അവയുമായി തീർത്തും യോജിക്കാത്തതാണ്. എന്നാൽ യഥാർത്ഥ ശാസ്ത്രവുമായി ബൈബിൾ യോജിച്ചു പോകുന്നു എന്നതാണ് വാസ്തവം. ഇനിയും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത്, പരിണാമ സിദ്ധാന്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വിധത്തിലും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. അതിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിനുള്ളിൽ അംഗീകരിക്കത്തക്ക ആശയം ഒന്നും ഇല്ലാത്തതിനാലല്ല, മറിച്ച് പ്രസ്തുത സിദ്ധാന്തം ദൈവത്തെയും വെളിപ്പാടുകളെയും അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. മനുഷ്യൻ പാപത്തിൽ വീണു എന്നതും പാപമൊരു യാഥാർത്ഥ്യം ആണെന്നതും പരിണാമ സിദ്ധാന്തം ത്യജിച്ചു കളയുന്നു. മാത്രമല്ല, പരിണാമ സിദ്ധാന്തം, ഞാൻ ഉദ്ദേശിച്ചത് ഇവല്യൂഷൻ തിയറി, ക്രിസ്തുവിന്റെ കന്യകാജനനത്തെ എതിർക്കുകയും ചെയ്യുന്നു. ഈ കാരണങ്ങളാൽ ഈ സിദ്ധാന്തത്തെ ഞാൻ നഖശിഖാന്തം എതിർക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുടെ ഉത്തരം പരിണാമ സിദ്ധാന്തമാണെന്ന് ഞാൻ യാതൊരു കാരണവശാലും വിശ്വസിക്കുന്നില്ല. പരിണാമത്തിന് കടന്നു ചെല്ലുവാൻ കഴിയാത്തതും പരിഹരിക്കുവാൻ കഴിയാത്തതുമായ 3 അതിപ്രധാന വശങ്ങളുണ്ട്. ഒന്നുമില്ലായ്മയും ഉണ്മയും തമ്മിലുള്ള വിടവ് നികത്താൻ പരിണാമ സിദ്ധാന്തത്തിന് സാധ്യമല്ല. ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ജീവനിലേക്കുള്ള വിടവ് നികത്തുവാനും പരിണാമ സിദ്ധാന്തത്തിന് കഴിയുന്നില്ല. ജീവനും മനുഷ്യവർഗവും തമ്മിലുള്ള വിടവ് നികത്തുവാനും അതിന് സാധിക്കുന്നില്ല. മനുഷ്യവർഗം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടുകൂടിയ ആത്മബോധമുള്ള മനുഷ്യജീവിതം ആകുന്നു, മനുഷ്യജീവൻ. ഈ വിഷയത്തിൽ ഇതിൽ കൂടുതലൊരു വിവരണം ആവശ്യമില്ല എന്ന് ഞാനങ്ങ് കരുതുന്നു. 2 സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നാം ഇതുവരെ വിശകലനം ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. ആരാണിതെല്ലാം സൃഷ്ടിച്ചത്? എന്നാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്? ഇവയായിരുന്നു ആ 2 സംശയങ്ങൾ. ഇനിയും 3-ാമത്തെ ഒരു സംശയം എന്തെന്നാൽ, എന്തിനാണ് ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചത്? അങ്ങനൊരു ചോദ്യം വാസ്തവത്തിൽ ആഴത്തിലേക്കിറങ്ങുന്നത് തന്നെയാണല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ. ഇത് നമ്മെ കുഴക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവവചനം പറയുന്നത് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചത് തന്റെ സന്തോഷത്തിനു വേണ്ടിയാണ് എന്നത്രേ. ഇത് സൃഷ്ടിക്കേണ്ടത് യുക്തം എന്ന് ദൈവം കണ്ടു. അവൻ ഇതിൽ പ്രമോദം കണ്ടെത്തി. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിനു മുൻപിൽ ഇടും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് അത് അവന്റെ ആഗ്രഹം ആയിരുന്നതിനാലാണ്. അവന്റെ സന്തോഷത്തിനായി അവൻ ഇതെല്ലാം ചെയ്തു. ഈ പ്രപഞ്ചം ഒരുപക്ഷെ നിങ്ങൾക്കിഷ്ടമില്ലായിരിക്കും, എന്നാൽ ദൈവത്തിനിതിഷ്ടമാണ്. അവന്റെ പ്രപഞ്ചത്തിൽ ഞാൻ അധിവസിക്കുന്ന
ഈ ചെറിയ ഭൂമിയെ എവിടെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ദൈവം ഒരിക്കലും എന്നോട് ചോദിച്ചില്ല. വാസ്തവത്തിൽ ഞാൻ കേരളത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്നുപോലും ദൈവം എന്നോട് ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിലത്തെ സ്ഥിതി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്റെ കാര്യം പോലും എന്നോട് ചോദിച്ചില്ല. ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അനീതിയായിപ്പോയി എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ ഞാൻ പറയാം, ഈ പ്രപഞ്ചം തന്റെ സന്തോഷത്തിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. സൃഷ്ടിക്കുന്നത് യുക്തമാണെന്ന് അവന് തോന്നി. അങ്ങനെ ദൈവം തന്റെ സന്തോഷത്തിനായി ഇത് സൃഷ്ടിച്ചു. ദൈവം തന്റെ സന്തോഷത്തിനായി എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഈ വലിയ സത്യം കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വസ്തുതയാണ് മനുഷ്യരായ നമ്മുടെയൊക്കെ തന്നെ ജീവിതം. എന്തിനാണ് നമുക്ക് മക്കൾ വേണം എന്ന് നാം ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അനേകം തെറ്റായ ആഗ്രഹങ്ങൾ ഉണ്ടെന്നെനിക്കറിയാം. ചിലർ കരുതുന്നത് പ്രായമാകുമ്പോൾ അവരെ നോക്കുവാൻ ആരെങ്കിലും വേണമല്ലോ, അതിന് 2 മക്കളിരിക്കട്ടെ. വേറെ ചിലർ കരുതുന്നത് തങ്ങൾ മരിച്ചു കഴിയുമ്പോൾ സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കണം, അതിന് സ്വന്തം മക്കളുണ്ടെങ്കിൽ എളുപ്പമായല്ലോ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇല്ലയോ എന്ന് അനുഭവിച്ചവരോട് ചോദിച്ചാട്ട്. എന്നാൽ ഈ പറഞ്ഞതൊക്കെ ഒരിക്കലും ശരിയാകാറില്ല. മനുഷ്യരായ നാം സകല കഷ്ടപ്പാടുകളും സഹിച്ച് ഒരു ആയുസ് മുഴുവൻ ഉണ്ടാക്കുന്ന നമ്മുടെ പണവും സ്വത്തുക്കളും മുഴുവൻ ചെലവഴിച്ച് മക്കളെ വളർത്തുന്നത് നമ്മുടെ സന്തോഷത്തിനാണ്. മക്കൾ നമ്മുടെ സന്തോഷമാണ്. അത് എത്ര പ്രായമായാലും മാതാപിതാക്കൾക്ക് മക്കൾ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്നും വിഭിന്നമായ ചില മാതാപിതാക്കളും ചില മക്കളും ഉണ്ടായേക്കാം. ഞാൻ പൊതുവെയുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം കൊടുത്തതിന് കാരണം അത് ദൈവത്തിന്റെ സന്തോഷമാണ്. ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചതിന്റെ 2ാമത്തെ കാരണം തന്റെ സ്വന്തം മഹത്വത്തിനു വേണ്ടിയായിരുന്നു. ആദ്യ സൃഷ്ടി സൃഷ്ടാവിന്റെ സ്തുതികൾ ആലപിച്ചത് ഓർക്കുന്നുണ്ടോ? ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിക്കുകയും ചെയ്തപ്പോൾ. അവിടുത്തെ മഹത്വത്തിനായിട്ടാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം അതിപ്രകാരം വായിക്കുന്നു. 43 അധ്യായത്തിന്റെ 7 വാക്യം: എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയുമിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. തന്റെ സ്വന്തം മഹത്വത്തിനായി ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. മനുഷ്യവർഗത്തെ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്കാണ്. സംസർഗത്തിനും അതുപോലെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്കുമായി. മനുഷ്യവർഗത്തോട് കൂട്ടായ്മയുണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സ്വതന്ത്രനും സദാചാരബോധമുള്ളവരുമായി സൃഷ്ടിച്ചു. ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ ഒരുപറ്റം യന്ത്രമനുഷ്യരെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം യന്ത്രമനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ഒരു ബട്ടൺ അമർത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുന്ന ഒരു കൂട്ടം യന്ത്രമനുഷ്യർ. എന്നാൽ അപ്രകാരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ചിന്തിക്കാതെ തന്നെ പറഞ്ഞാൽ അങ്ങ് അനുസരിക്കുന്നത് പോലും അല്ല നാം ആഗ്രഹിക്കുന്നത്, ചിന്തിച്ച് അനുസരിക്കുന്നവർ. എന്നാൽ അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനെ അല്ല ദൈവം ആഗ്രഹിച്ചത്. തന്നെ തെരഞ്ഞെടുക്കുവാനും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും സ്വാതന്ത്ര്യമുള്ള മനുഷ്യനെ എത്ര ദൈവത്തിന് ആവശ്യം. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള സകല അവിശ്വാസത്തിന്റെയും നടുവിൽ, എല്ലാ ദൈവദൂഷണത്തിന്റെയും മധ്യത്തിൽ, ദൈവത്തോടുള്ള വർദ്ധിച്ചു വരുന്ന ശത്രുതാ മനോഭാവത്തിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി തെരഞ്ഞെടുക്കുക എന്നതാണ്. എനിക്ക് നിങ്ങൾക്കുമുള്ള ഏറ്റവും മഹത്തായ പദവി എന്തെന്നാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെയധികം കലബല കൂട്ടുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്.
പത്രസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ എല്ലാറ്റിനും സ്വാതന്ത്ര്യം വേണമെന്നല്ലേ വാദം? എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് ഇന്നും ഈ പാവങ്ങൾക്കറിയില്ല. അക്കരപ്പച്ച തേടി ഓടുന്നതല്ലാതെ എങ്ങുമെത്തുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ആ സത്യം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി മടങ്ങി വരാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിഗംഭീരമായ ഒരു വാക്യമത്രേ ഇത്. അതിമഹത്തായൊരു വാക്യം. വിശുദ്ധ ബൈബിളിലേക്ക് കയറി നടക്കുവാൻ ഉതകുന്ന വാതിലാണ് ഈ വാക്യം. ദൈവമാണ് സൃഷ്ടാവ് എന്ന് താങ്കൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് തീയതി കുറിക്കുവാൻ കഴിയാത്ത ഒരു ആരംഭമാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ ഒരുപക്ഷെ താങ്കൾക്ക് കണക്കുകൂട്ടാവുന്നതാണ്. താങ്കൾ കൃത്യമായിട്ടായിരിക്കും പറയുന്നതും. പക്ഷേ എത്രയാണെന്ന് ആർക്കാണ് അറിയാവുന്നത്? തീർച്ചയായും മനുഷ്യനതറിയില്ല. ദൈവം സൃഷ്ടിച്ചു. ബാറ എന്ന എബ്രായ പദമാണ് സൃഷ്ടിക്കുക എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിന്റെ അർത്ഥം ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുക എന്നത്രേ. ഈ പദം 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ സൃഷ്ടിപ്പിന്റെ 3 പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 1, ഒന്നുമില്ലായ്മയിൽ നിന്നും ചിലതൊക്കെ സൃഷ്ടിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2, ജീവന്റെ സൃഷ്ടി. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചുവെന്ന് 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം കാണുന്നു. അത് എല്ലാ വിധത്തിലുമുള്ള ജന്തുക്കളുടെ ജീവനാണ്. 3, മനുഷ്യന്റെ സൃഷ്ടിപ്പ്. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് 27-ാം വാക്യത്തിൽ നാം കാണുന്നു. ദൈവവിശ്വാസത്തോടെയുള്ള പരിണാമമല്ല ഉത്തരം. അത് ചെയ്യുന്നതെന്തെന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നത് വരെ സൃഷ്ടിപ്പിന്റെ രേഖ അംഗീകരിച്ചതിന് ശേഷം പറയുകയാണ്, ഏതോ പരിണാമ പ്രക്രിയയുടെ ഫലമത്രേ ആദാമും ഹൗവായും എന്ന്. ദൈവവിശ്വാസിയായ പരിണാമവാദി ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളെ ഓരോ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. വളരെ നീണ്ട കാലഘട്ടങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ പരിണാമം നടന്നു എന്ന് സ്ഥാപിക്കാമല്ലോ. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്നിങ്ങനെയുള്ള വ്യക്തമായ വേർതിരിക്കൽ സൃഷ്ടിപ്പിന്റെ ഓരോ ദിവസങ്ങൾക്കും നൽകിയിരിക്കുന്നു. ഇത് നമ്മെ കാണിക്കുന്നത് എന്തെന്നാൽ നീണ്ട കാലഘട്ടങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെയോ 24 മണിക്കൂറുകൾ ഉൾക്കൊണ്ട ദിവസങ്ങളെക്കുറിച്ചാണ് എന്നത്രേ. ഇനിയും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംശയം വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മറ്റ് സൃഷ്ടികളിൽ നിന്നും വേർപെടുത്തിയാണ് ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും? മനുഷ്യവർഗത്തിന് അധിവസിക്കുവാനുള്ള സ്ഥലമാണല്ലോ ഭൂമി. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും ദൈവത്തിന്റെ സൃഷ്ടികളായതിനാൽ നാം അവനോട് പലതും കടംപെട്ടിട്ടുള്ളതാണെന്നും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് സുഹൃത്തെ. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് നാം എത്രമാത്രം വിശ്വസ്തരായിരിക്കേണ്ടതാണെന്ന് ഓർക്കുക. സ്നേഹവാനായ നമ്മുടെ പിതാവ് അവിടുന്നാണ്. ഇനി നമുക്ക് 2-ാം വാക്യം കൂടി നോക്കാം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. 1-ാമത്തെ വാക്യത്തിന്റെയും 2-ാമത്തെ വാക്യത്തിന്റെയും ഇടയിൽ ഒരു മഹാവിപത്ത് സംഭവിച്ചു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ ചിന്താഗതി കഴിഞ്ഞ ചില വർഷങ്ങളിൽ അനേകർ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഈ പറഞ്ഞത് സംഭവിക്കുവാൻ ആവശ്യം പോലെ തെളിവുകളുണ്ട്. ഈ വിശാലമായ സൃഷ്ടിയെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലേ? ചന്ദ്രനിലേക്ക് പോയ മനുഷ്യൻ വാസ്തവത്തിൽ എന്താണ് വെളിപ്പെടുത്തിയത്? മറ്റൊന്നുമല്ല, അവിടെ കുറെ തരിശു നിലമുണ്ടെന്ന് മാത്രം. ഏറ്റവും ഒടുവിൽ
ചൊവ്വാഗ്രഹത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഈ ഫോട്ടോകളെല്ലാം പറയുന്നതും അതുതന്നെയല്ലേ? പണ്ടെങ്ങോ അവിടെ ജലത്തിൻ്റെതായ അംശമുണ്ടായിരുന്നെന്നും അതൊക്കെ പാറയിലൂടെ ഒഴുകിയിരിക്കുന്ന പാട് കാണാമെന്നും. അതെങ്ങനെയാണ് അങ്ങനെയായിത്തീർന്നത്? ഞാൻ പറയാം. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ഒരു മഹാവിപത്ത് സംഭവിച്ചു. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതിന് കാരണം ഇവിടെയാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് വിവരിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണ്, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്ന്. ദൈവത്തിന്റെ അസാന്നിധ്യം കാണിക്കുവാനാണ് ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് കേട്ടോ. ഈ 2 പദങ്ങൾ മാത്രം ഒന്ന് എടുത്ത് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ദൈനംദിന ഭാഷയിൽ നാം ഉപയോഗിക്കുമ്പോൾ ഈ വാക്കുകൾക്ക് എന്താണ് അർത്ഥം കൊടുക്കാറുള്ളത് എന്ന് നോക്കുക. യെശയ്യാ പ്രവചനത്തിൽ ഇതുപോലൊരു പ്രസ്താവന ചെയ്തിരിക്കുന്നത് ഞാൻ ഇനിയും പറയാം. 45 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല. അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ, അതിനെ നിർമ്മിച്ചത് ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഇവിടെ ദൈവം അരുളിച്ചെയ്യുന്നത് താൻ ഭൂമിയെ സൃഷ്ടിച്ചത് വ്യർത്ഥമായിട്ടല്ല എന്നത്രേ. ഉൽപ്പത്തി 1:2 പാഴ് എന്ന് ഉള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ എബ്രായ പദമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പാഴും ശൂന്യവുമായിട്ടല്ല. ദൈവം ഈ പ്രപഞ്ചത്തെ അപസ്വരങ്ങളില്ലാത്തതായിട്ടാണ് സൃഷ്ടിച്ചത്, അല്ലാതെ ആകെ കുഴപ്പം പിടിച്ചതായിട്ടല്ല ദൈവം ഇതിനെ സൃഷ്ടിച്ചത്. ഇതത്രേ പ്രവാചകൻ വ്യക്തമാക്കുന്നത്. പാഴും ശൂന്യവുമായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതല്ല, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നതാണ്. ഭൂമി മനുഷ്യന് വസിക്കുവാൻ കൊള്ളാകുന്ന ഒരു സ്ഥലമാക്കി രൂപപ്പെടുത്തിയത് ദൈവമാണ്. അത് പാഴായി കിടന്നിരുന്ന, താറുമാറായി കിടന്നിരുന്ന ഈ ലോകത്തിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിന് വസിക്കുവാൻ യോഗ്യമായ ഒരു സ്ഥലമായി അതിനെ രൂപപ്പെടുത്തിയെടുത്തു എന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ കാലത്തെ പഠനങ്ങളും ബാഹ്യാകാശത്തെ പരീക്ഷണങ്ങളും വെളിപ്പെടുത്തിത്തരുന്ന ഒരു സത്യം എന്തെന്നാൽ, ഞാനും നിങ്ങളും പാർക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യവർഗത്തിന് ജീവിക്കുവാൻ യോഗ്യമായ ഒരേ ഒരു സ്ഥലം ഭൂമി മാത്രമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ഈ ഭൂമി പാഴും ശൂന്യമായി തീർന്നതാകുന്നു എന്നത്രേ. ചന്ദ്രനെപ്പോലെ തന്നെ മനുഷ്യവാസയോഗ്യമല്ലാതിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നതും ഇന്ന് നമുക്ക് പാർക്കുവാൻ യോഗ്യമായ മനോഹരമായ ഒരു ഭൂമിയാക്കി ഇതിനെ തീർത്തതും. ഞാൻ വിശ്വസിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ മഹാവിപത്തിൽ അകപ്പെട്ടിരുന്നു എന്നത്രേ. എന്തായിരുന്നു ആ മഹാവിപത്ത്? അത് ഊഹിക്കുവാൻ മാത്രമേ കഴിയൂ. ആദാമിനു മുൻപും ഈ ഭൂമിയിൽ ജീവികൾ ഉണ്ടായിരുന്നിരിക്കണം. ഇതെല്ലാം ലൂസിഫറിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തോന്നുന്നു. അരുണോദയപുത്ര എന്ന് സംബോധന ചെയ്യപ്പെട്ടിരുന്ന അവനാണ് സാത്താനായത്. അതെ, ഇന്ന് പിശാച് എന്ന പേരിൽ അറിയപ്പെടുന്നവൻ അവനാണ്. ഇതെല്ലാം ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം അതിന്റെ വിശദീകരണം ഒന്നും നമുക്കിവിടെ നൽകിയിട്ടില്ല. വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ അവൻ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയില്ല എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം. ഉള്ളത് തന്നെ മനസ്സിലാക്കുവാൻ നാം പാടുപെടുകയാണല്ലോ. അതുകൊണ്ടായിരിക്കും നമുക്ക് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നവ വിശ്വസിക്കാം, അംഗീകരിക്കാം എന്ന് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പരിവർത്തിക്കുക എന്നുള്ളതിന് വാസ്തവത്തിൽ ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് അടയിരിക്കുക എന്നത്രേ. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ വിരിയിക്കുവാൻ അടയിരിക്കുന്നത് പോലെ, അതുപോലെ അവൻ വെള്ളത്തിന്മീതെ അടയിരുന്നു. വ്യക്തമായി മനസ്സിലാക്കുവാനാണ് ഞാൻ ലളിത ഭാഷ ഉപയോഗിച്ചത്. തെറ്റിദ്ധരിക്കരുതേ. ഇവിടെ പരിശുദ്ധാത്മാവ് ആരംഭിച്ചൊരു ശുശ്രൂഷ അവൻ വീണ്ടും വീണ്ടും തുടരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് വീണ്ടും സൃഷ്ടിക്കുന്നതാണ്, പുനഃസൃഷ്ടി. അവൻ ഈ സാഹചര്യത്തിലേക്ക് വന്ന് വീണ്ടും സൃഷ്ടിക്കുന്നു. ഇതത്രേ ഒരു വിധത്തിൽ അവൻ നമുക്കും ചെയ്യുന്നത്. ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാകുന്നു ചെയ്യുന്നത് എന്നത്ര ഞാൻ കാണുന്നത്. പാഴായി കിടക്കുന്നിടത്ത് ആത്മാവ് ക്രമം കൊണ്ടുവരുന്നു. ശൂന്യമായിരിക്കുന്നിടത്ത് സൗന്ദര്യവും നിറവും കൊണ്ടുവരുന്നു.
തന്നിലേക്ക് സമർപ്പിക്കുന്ന ഓരോ ജീവിതവും ഇന്നും ദൈവത്തിന്റെ ആത്മാവ് ഈ പറഞ്ഞതുപോലെ സുന്ദരമാക്കുന്നു. എത്ര മനോഹരം! ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഈ പഠനം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.